മാത്രമാണ് കേട്ടോ. ഇത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട്. ഷർട്ടൊക്കെ യൂസ് ചെയ്യാം, അതിന് മാത്രമേ ഉള്ളൂ ലിപ്സ് ഇടാനായിട്ട് ഒട്ടും പറ്റൂ. ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു മേക്കപ്പ് കിറ്റിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും മേക്കപ്പ് കിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് ബ്ലൂ ഹെവന്റെ ഈ ഒരു മേക്കപ്പ് കിറ്റ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിലെ ചില പ്രൊഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ചില പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ 8 പ്രൊഡക്ട്സ് ആണുള്ളത്. ഓൾമോസ്റ്റ് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. ഈ ബോക്സിലെ റേറ്റ് വന്നിട്ട് 1000 rupees ആണ്. അപ്പോൾ നമുക്കിത് ഓഫർ പ്രൈസിൽ 659 രൂപക്ക് കിട്ടും. പക്ഷെ ഇത് ഞാൻ വാങ്ങിയത് 520 രൂപക്കാണ്. ഞാൻ എന്തോ വാങ്ങുന്ന സമയത്ത് എന്തോ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ കാണിക്കുന്നത് 659 രൂപയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഒരു ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ്, ഒരു പ്രൈമറാണ്. ഈ പ്രൈമർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എൻ്റെ ഓൾറെഡി പ്രൈമർ ഉള്ളതുകൊണ്ട് ഞാൻ ഇത് എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈമർ വന്നിട്ട് ബ്ലൂ ഹെവന്റെ പ്രൈമർ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രൈമറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലതായിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ പ്രൈസ് വന്നിട്ട് 190 രൂപയാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അതിൽ റേറ്റ് വന്നിട്ട് ഇത് 169 രൂപക്ക് അവൈലബിൾ ആണ് ആമസോണിലൊക്കെ. പിന്നെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു മസ്കാരയാണ്. നല്ലൊരു മസ്കാരയാണിത്. നല്ലൊരു ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു മസ്കാരയാണ്. റെക്കമെൻഡേഷൻ വന്നിട്ട് ഇതാണ്, കണ്ടോ മസ്കാരയെ. ഇതും റേറ്റ് വന്നിരിക്കുന്നത് ഇതിൽ 135 രൂപയാണ്. ഓൺലൈൻ പ്രൈസ് വന്നിരിക്കുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല, 129 രൂപയാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്, ഐബ്രോ പെൻസിലാണ്. ഈ ഐബ്രോ പെൻസിലിൻ്റെ റേറ്റ് ഒന്നും എനിക്കറിയില്ല, കാരണം ഇത് ഇങ്ങനെ തന്നെയാണ് ബോക്സിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഇതെനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ബ്ലാക്ക് കളറാണ്, അത് മെയിൻ. അത് പിന്നെ പോട്ടെ, പക്ഷേ ഇത് ഒടിഞ്ഞാണ് ഉണ്ടായിരുന്നത്. ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഇത് മാത്രമാണ് കേട്ടോ. ഇത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട്. പിന്നെ നെക്സ്റ്റ് വന്നത് എല്ലാവർക്കും മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ലിപ്സ്റ്റിക്ക്. ഈ ലിപ്സ്റ്റിക്ക് അതിലുണ്ടായിരുന്ന കളർ വന്നിട്ട് ഒരു എന്താ പറയുക, നല്ലൊരു കളറായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു പിങ്ക് ഷെയ്ഡായിട്ടാണ് തോന്നിയത്. പക്ഷെ വന്ന കളർ കണ്ടോ, ഒട്ടും. പക്ഷെ നമുക്ക് ബ്ലഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം, അതിന് മാത്രമേ ഉള്ളൂ. ലിപ്സിലിടാനായിട്ട് ഒട്ടും പറ്റൂല, കാരണം കളറ് മഹാ ബോറാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഈ ഒരു ഐഷാഡോ പാലറ്റ് ആണ് കേട്ടോ. ഈ ഐഷാഡോ പാലറ്റ് അത്യാവശ്യമാണ്. ഇതിൽ 4 കളേഴ്സ് ഉണ്ട്. യെല്ലോ ഈ ഐഷാഡോ പാലറ്റ് കാണാനൊക്കെ നല്ല ക്യൂട്ടാണ് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്യൂട്ടായിട്ട് നമുക്ക് എന്താ പറയുക, ബാഗിലൊക്കെ ഇട്ടിട്ട് ഈസി ആയിട്ട് കൊണ്ടുപോവാം. അപ്പോൾ ഇതിൽ പിഗ്മെന്റേഷൻ വന്നിട്ട് ഭയങ്കര കുറവാണ് കേട്ടോ. പിഗ്മെന്റേഷൻ ഒട്ടുമില്ല. ആകെ ഇത്തിരി ഉള്ളത് എന്താ പറയുക, പിങ്കിനും യെല്ലോ കളറിനും ആണ് കേട്ടോ പിഗ്മെന്റേഷൻ ഉള്ളത്. വേറെ അത്യാവശ്യം പിഗ്മെന്റേഷനൊക്കെ കുറവാണ് കണ്ടോ. പിന്നെ വരുന്നത് ഒരു ഫൗണ്ടേഷനാണ്. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല കുഴപ്പമില്ല, നല്ലൊരു ഫൗണ്ടേഷനാണ്. പക്ഷെ ഫെയർ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണിത്. കണ്ടോ, ഫെയർ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് ഇത്. നോട്ട് സെയിൽ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട്. അത് ഐലൈനർ ആണ്. ഇത് പാക്കിൽ നോട്ട് ഫോർ സെയിൽ, ഇൻഡിവിജ്വൽ ആയിട്ട് സെയിൽ ചെയ്യാൻ പാടില്ല എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിഗ്മെന്റേഷനൊക്കെ വന്നിട്ട് നല്ലതാണ്. പിന്നെന്ന് വെച്ചാൽ നല്ല പിഗ്മെന്റേഷനൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം ലോങ് ലാസ്റ്റിങ്ങും ആണ്. വാട്ടർ പ്രൂഫ് ആണോ എന്ന് വെച്ചാൽ കുഴപ്പമില്ല. പിന്നെ കുഴപ്പമില്ല, നല്ലൊരു ഐലൈനർ ആണ്. ഡെയിലി ബേസിസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐലൈനർ തന്നെയാണിത്. പിന്നെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് ഐ കാജൽ. ഇത് 24 hours സ്റ്റേ കാജൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ജെറ്റ് ബ്ലാക്ക് കളറാണ്. പക്ഷെ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ യൂസ് ചെയ്ത് നോക്കാം. പിഗ്മെന്റേഷനൊക്കെ ഒന്ന് നോക്കാം. കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് പിഗ്മെന്റേഷൻ. ഇത്രയും പ്രോഡക്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ലിപ്സ്റ്റിക്ക് വേറെ ഏതോ ഷെയ്ഡ് എന്തോ അവൈലബിൾ ആണ്. ഇത് ഒരു 50-50 എന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഫുൾ ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ഈ ഒരു എമൗണ്ടിൽ നമുക്ക് സെപ്പറേറ്റ് പ്രോഡക്ട്സ് വാങ്ങുന്നതായിരിക്കും നല്ലത്. ആ റേറ്റ് നോക്കിയിട്ട് വേറെ ബ്രാൻഡിലായാലും ഈ ബ്രാൻഡിലായാലും തന്നെ വേറെ പ്രോഡക്ട്സ് ഒക്കെ കിട്ടും.
പക്ഷേ എന്താണ് ഈ ഒരു റേഞ്ചിലെ എല്ലാ പ്രോഡക്ട്സും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മേക്കപ്പ് കിറ്റ് നല്ലതാണ്. പിന്നെ ഈ ഒരു ബ്ലെൻഡറും കൂടി എനിക്കതിൽ ഫ്രീ കിട്ടിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ എനിക്ക് ഈ കിറ്റിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത 2 പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഇത് ഐബ്രോ പെൻസിലും പിന്നെ ഈ ലിപ്സ്റ്റിക്കുമാണ്. ഈ ലിപ്സ്റ്റിക് പിന്നെയും ബ്ലഷ് ആയിട്ടൊക്കെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 പ്രോഡക്റ്റ് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.